നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വഴി 1000 രൂപ വീതമാണ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 35 വയസ്സ് മുതൽ 60 വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക്, അതും മുൻഗണനാ വിഭാഗത്തിലാണ് ഇവരുടെ റേഷൻ കാർഡെങ്കിൽ ധനസഹായം ലഭിക്കും. ഇതൊരു പെൻഷൻ പദ്ധതിയാണ്. 60 വയസ്സ് വരെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യം. ഈ പദ്ധതിയിൽ ഉൾപ്പെടെ പുതിയ മാറ്റങ്ങൾ ഈ സർക്കാർ കൊണ്ടുവരുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മറ്റ് വിഭാഗങ്ങളെ കൂടി, പ്രത്യേകിച്ച് APL റേഷൻ കാർഡിലൊക്കെ ഉൾപ്പെടുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ കൂടിയൊക്കെ പരിഗണിക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇതുകൂടാതെ APL BPL വ്യത്യാസമില്ലാതെ നമ്മളുടെ സംസ്ഥാനത്തെ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് +2 കഴിഞ്ഞ ശേഷം നിലവിൽ ഡിഗ്രി അഡ്മിഷൻ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി തലങ്ങളിൽ ബിരുദാനന്തര മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം ലഭിക്കുന്ന പദ്ധതി, പ്രത്യേക അലവൻസ് ആയിട്ട് ലഭിക്കുന്ന പുതിയ പദ്ധതി കൂടി ഈ സർക്കാർ കൊണ്ടുവരികയാണ്. 5 ഗ്യാരണ്ടികളിൽ ഉൾപ്പെടുത്തി ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ സ്കീം കൊണ്ടുവരുന്നത്. ഇത് നമ്മളുടെ സംസ്ഥാനത്തെ എല്ലാ പെൺകുട്ടികൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ്. ഇവിടെ APL BPL വ്യത്യാസങ്ങളില്ല. നിലവിൽ സാമ്പത്തിക മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ തന്നെ അർഹതയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ലഭിക്കുന്ന രീതിയിലായിരിക്കും ഈ പുതിയ പദ്ധതി. ഇതുപോലെ തന്നെയാണ് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയും. പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്നു. നമ്മളുടെ സംസ്ഥാനത്തെ +2 ശേഷം ഡിഗ്രി കോഴ്സുകളൊക്കെ ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. ഇതുകൂടാതെ മറ്റ് സ്കോളർഷിപ്പുകളോ ആനുകൂല്യങ്ങളോ വാങ്ങുന്നതിൽ തടസ്സവുമില്ല. ഇത് നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക്, വനിതകൾക്ക്, പെൺകുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ആദരവായിട്ട് മാറുകയും ചെയ്യും. ഇതിൻ്റെ രൂപരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത മാസം തന്നെ സർക്കാർ അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതുകൂടാതെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ 2 ഗഡുക്കളുടെ വിതരണം, ഏപ്രിൽ മാസത്തെ കുടിശ്ശികൂടി ചേർത്ത് മെയ് മാസം 2000 രൂപയോളം നമുക്ക് ലഭിക്കാൻ അർഹതയുണ്ട്. ഈ തുകയുടെ വിതരണം ഈ മാസം തന്നെ നടത്തപ്പെടുന്നതാണ്. മെയ് മാസം അവസാന ആഴ്ചകളോടെയായിരിക്കും ഈ ധനസഹായത്തിൻ്റെ വിതരണം നടത്തപ്പെടുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, രാജ്യവ്യാപകമായിട്ട് ലോക്ക്ഡൌണിന് സമാനമായൊരു സാഹചര്യം ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. നിലവിൽ ക്ലാസുകൾ ഓൺലൈൻ രീതിയിലേക്ക് മാറ്റുക, വർക്ക് ഫ്രം ഹോമുകളിലേക്ക് വിവിധ ജോലികൾ മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ വിവിധ മേഖലകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ, വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നമ്മളുടെ രാജ്യം പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കർശന നിർദ്ദേശങ്ങളിലേക്ക് രാജ്യം കടക്കുന്നത്. വളരെ വൈകാതെ ഇതിലേതെങ്കിലുമൊക്കെ ചിലപ്പോൾ നടപ്പിലാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്ന കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. റേഷൻ കാർഡ് ഉടമകൾ തുടർച്ചയായിട്ട് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ, റേഷൻ ആനുകൂല്യങ്ങളുണ്ട് പക്ഷേ അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റേഷൻ കാർഡിനെ മുൻഗണന ചോദ്യം ചെയ്യുന്നതിന് കാരണമാകും. 3 അതിലധികമോ മാസങ്ങളിൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരിക്കുന്നവരുടെ കാർഡ് തരം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിക്കുന്നതാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാർഡിൻ്റെ മുൻഗണന മാറിക്കഴിഞ്ഞാൽ പിന്നീട് ആനുകൂല്യങ്ങൾ ആ മാറ്റപ്പെടുന്ന റേഷൻ കാർഡിന് ആനുപാതികമായിട്ടായിരിക്കും ലഭിക്കുക എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, ഇത്രയും നാൾ നമ്മൾ വാങ്ങാതിരുന്നത് കൃത്യമായിട്ട് അന്വേഷണ വിധേയമാക്കും. ഇനി അത് മാത്രമല്ല, ഇതിനുശേഷം വരുന്ന പരിശോധനയിൽ നമ്മൾ അനർഹമായിട്ടാണ് മുൻപ് ആനുകൂല്യം വാങ്ങിയിരുന്നത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിഴയൊടുക്കം അടയ്ക്കേണ്ടി വരും എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർ ശ്രദ്ധിക്കുക. നമ്മളുടെ കൃഷിഭൂമി അടിസ്ഥാനമാക്കിയുള്ള കർഷക ID രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. കോമൺ സർവീസ് സെൻ്ററിലും അക്ഷയ കേന്ദ്രങ്ങളിലും ഇതെടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.